20 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് മുറ്റത്തൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം തോന്നും, ഫീൽ ചെയ്യുന്ന ഒരു പശു കേട്ടോ. ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും? ഇത് മൂന്നാം പ്രസവം. അതെ, 20 ദിവസം പിടിക്കും. 20 ദിവസം പിടിക്കും. ഓക്കെ, എന്ത് വിലയ്ക്ക് നോക്കിയത്? ഇതൊരു 90 രൂപയ്ക്ക് കൊടുക്കും. രണ്ടാം പേരിന് വേണം. ആ, ഇത് കന്നിപ്പേരാണോ? അത് കന്നിപ്പേര്. അതെ, ഒരു 65 രൂപ കൊടുക്കും. 65 രൂപ. 65 രൂപ. ഇവര് രണ്ടും കൂടി ഒരു 160 കൊടുക്കും. രണ്ടും കൂടെ 160. 20 മുകളിൽ പാല് കിട്ടുന്ന അല്ലെങ്കിൽ 20 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ രണ്ടെണ്ണം, രണ്ട് പശുക്കൾ. ഒരു ചേട്ടാ, ഇത് കന്നിപ്രസവമാണ്? ഇത് രണ്ട് ഇത് കന്നിപ്രസവം. രണ്ട് കന്നിയാണ്. ഈ രണ്ടെണ്ണം കന്നി പശുക്കളാണ്. ഇത് ഫാമുകൾക്കൊക്കെ പറ്റിയ നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള പശുക്കൾ, കൃഷ്ണഗിരി പശുക്കളല്ലേ? കൃഷ്ണഗിരി പശുക്കളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ കൊമ്പെടുത്ത് ശരിയായില്ല തോന്നുന്നു കേട്ടോ. ഒരു കൊമ്പ് ഇങ്ങി വളർന്ന് കയറി, മറ്റേത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇത് കടിഞ്ഞൂർ പശുവാണ്. അടിപൊളി, നല്ല വലിപ്പത്തിലുള്ള പശുക്കൾ. 20 ലിറ്ററൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. 20 ലിറ്റർ 100% പ്രതീക്ഷിക്കാം. ഇതും അതുപോലെ തന്നെ ഒരു വലിയ പശുവാണ്, കൊമ്പെടുത്ത പശുവാണ്. ഇതാണ് കൊമ്പെടുത്തല്ല, മോഴയാണ്, ഒറിജിനലാണ്, കഴിച്ചതല്ല. ഓ ശരി ശരി ശരി, അടിപൊളി പശു. ഇതും അടുത്തത് വേറൊരു മോഴ പശു. ഇത് കണ്ടാ കന്നിപ്പേരാണ്. രണ്ടാം പേരിന് വേണം. ആ, ഇത് കന്നിപ്പേരാണോ? അത് കന്നിപ്പേര്. അതെയോ? ഓ ശരി ശരി ശരി. ഇത് സിന്ധു ജേഴ്സി കലർന്നത്. അതെ അല്ലേ? ഇത് രണ്ടും പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ചനയിലുള്ള പശുക്കളാണ്. 10 ദിവസം പിടിക്കും. 10 ദിവസം കൂടെ പിടിക്കും. 10 ദിവസം കൂടെ ആകും. അതെ അതെ അതെ, മടിയൊന്നും ആയിട്ടില്ല. അതാ നല്ല അടിപൊളി പശുക്കളെ. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രീഡ് ക്രോസ് പശു, അത് മോഴ പശു കേട്ടോ. നല്ല ഭംഗി, നമ്മുടെ മുറ്റത്തൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം തോന്നും, ഫീൽ ചെയ്യുന്ന ഒരു പശു കേട്ടോ. ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും? ഇതൊരു 15 ലിറ്റർ. 15 ലിറ്റർ. എന്ത് വിലയ്ക്ക് നമുക്ക് ഡീലാക്കാൻ പറ്റും? ഒരു 65 രൂപ കൊടുക്കും. 65 രൂപ. 65 രൂപ. എന്നാലും വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരോ? ഇവര് രണ്ടും കൂടി ഒരു 160 കൊടുക്കും. രണ്ടും കൂടെ 160. രണ്ടും കൂടെ 160 മുരുകൻ ചേട്ടൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പശു നോക്കാം. നല്ല ഹെവി ഒരു ക്രോസ് ബ്രീഡ് പശു കേട്ടോ. മുരുകൻ ചേട്ടാ, ഇത് എത്രാമത്തെ പ്രസവത്തിലുള്ള പശു? മൂന്നാമത്തെ പ്രസവത്തിലുള്ള പശുവാണ്. നല്ല വലിപ്പത്തിലുള്ള ഒരു ഫുൾ ബ്ലാക്ക് ഒരു പശു. ഇടയ്ക്ക് കുറച്ച് വൈറ്റ് കയറിയിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഹെവി പശു. ഇത് എത്ര പാല് കിട്ടും? ഒരു 20-22 കിട്ടും. 22 കിട്ടും. ദിവസം പിടിക്കും. അത് മടിയൊന്നും ആയിട്ടില്ല. ആകണുള്ളൂ. അതെ, മടിയൊന്നും ആയിട്ടില്ല. മടി ആകുമ്പോഴത്തേക്ക് ഇതൊരു വൻ സംഭവമായിരിക്കും. കാരണം നല്ല വലിപ്പത്തിലുള്ള ഒരു ഹെവി പശു. ഈ 22 നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കണക്കാണ് കേട്ടോ. ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണക്കാണ്, കാരണം അത്രയ്ക്കുണ്ട് പശു. ഉണ്ടോ? ഓ, അടിപൊളി പശു. 20 ദിവസം എത്രാമത് പ്രസവിക്കും? ഇത് മൂന്നാം പ്രസവം. അതെ, 20 ദിവസം പിടിക്കും. 20 ദിവസം പിടിക്കും. ഓക്കെ, എന്ത് വിലയ്ക്ക് നോക്കിയത്? ഇതൊരു 90 രൂപയ്ക്ക് കൊടുക്കും. 90 രൂപ ചോദിക്കുന്ന 90 രൂപ ചോദിക്കുന്ന പശു. കാരണം അത് ചോദിക്കാനും മാത്രമുള്ള ഉണ്ട് പശു. കാരണം നല്ല വലിപ്പത്തിലുള്ള ഒരു പശുവാണ്.